ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷ്മ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് കാത്തിരുന്ന് നമ്മുടെ ഓണക്കാലം വീണ്ടും എത്തിയില്ല. അപ്പൊ ഇന്ന് അത്താണ്. അപ്പൊ ഇന്നത്തെ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ പൂക്കൾ ഇടുന്ന വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. പക്ഷെ പൂക്കൾ എങ്ങനെയായി എന്നുള്ളത് നിങ്ങളെ കാണിക്കാട്ടാ. പൂക്കൾ ഇട്ടത് ഞാനല്ല, അനിയത്തിയാണ് കേട്ടോ. അനിയന്റെ വൈഫാണ്, അവളാണ് പൂക്കൾ ഇട്ടത്. അപ്പൊ എനിക്ക് ഇന്ന് അടുക്കളയിലായിരുന്നു കേട്ടാ പണി. കുറച്ച് പണി തിരക്കുണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പൊ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന നേരം കൊണ്ട് ആള് പൂക്കളൊക്കെ ഇട്ടു സെറ്റാക്കി വെച്ചു. വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ് സത്യം പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടാ. പെട്ടെന്ന് അങ്ങോട്ട് തോന്നിയിരുന്ന ഒരു ലോങ് വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പൊ അത്തപ്പൂക്കളും വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാന്നാട്ടെ ഞാൻ വിചാരിച്ചത്. അപ്പൊ അധികം അങ്ങോട്ട് സംസാരിക്കാതെ നമ്മുടെ അത്ത ദിവസം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നോക്കിയാലോ. അപ്പൊ ഇന്ന് അത്തായിട്ട് കുറച്ച് നേരത്തെ എണീറ്റ് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലായിട്ട് ഞാൻ കയറിയത്. അപ്പൊ ഇന്ന് രാവിലത്തേക്ക് ഓട്ടപ്പും സോയാബീയുടെ കറിയായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഓട്ടപ്പം ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറെ ദിവസമായി. അപ്പൊ ഇന്ന് ഏതായാലും ഓട്ടപ്പം ഉണ്ടാക്കാന്നാട്ടെ വിചാരിച്ചത്. അപ്പൊ ഇന്നലെ തന്നെ അമ്മ പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ എണീറ്റ് വന്നപാടെ കഴുകി അരച്ച് വെച്ചിട്ടാ പിന്നെ ഞാൻ കുളിക്കാനൊക്കെ നിന്നത്. കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചൂടാ വിചാരിച്ചു. ഓട്ടപ്പം ശരിയാവോ എന്നുള്ള ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറെ ഈ ഓട്ടപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ട്. നമ്മുടെ ഈ മലപ്പുറം സൈഡിലാണ് കേട്ടോ ഓട്ടപ്പം ഓട്ടട എന്നൊക്കെ പറയാം. ഹർഷ വീട്ടിൽ പോയി വരുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടാറുണ്ട് കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം നമുക്ക് പാൽ ചായ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലൂടെ കട്ടൻ ചായ കേട്ടോ. പാൽ ചായ ആകുമ്പോൾ ഞാൻ നല്ലോണം കുടിക്കും. കട്ടൻ ചായ ആകുന്ന സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ. എനിക്ക് പൊതുവേ കട്ടൻ ചായ കുടിക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല. ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്ന നേരത്തെ ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രൈപോഡ്. പക്ഷെ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ പിന്നെ അക്കുടും അമ്മൂടൊക്കെ എണീറ്റത്. അമ്പുട് പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് വാരി കഴിച്ചു. അക്കുടിന് പിന്നെ ഞാൻ വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കായിരുന്നു. അപ്പൊ പിന്നെ അവനും വാരി കൊടുത്തിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കി. ഞങ്ങൾ ഇവിടെ കൂടുതൽ റേഷന്റെ അരിയാണ് കേട്ടോ ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസമാണെങ്കിൽ മാത്രം നമ്മൾ കുറുക അരി ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് കൂടുതൽ ഇഷ്ടം റേഷന്റെ അരി തന്നെയാണ് കേട്ടോ. റേഷന്റെ അരി കൂടെ നമുക്ക് എന്ത് കറി ഒഴിച്ചിട്ടും കഴിക്കും. കുറുക അരി ആകുമ്പോൾ കറി വേറെ ചോറ് വേറെ അങ്ങനെ തോന്നാറുള്ളൂ. നമ്മുടെ ഈ റേഷന്റെ അരിക്കാണെങ്കിൽ അധികം വേവൊന്നും ഇല്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മളെ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കറിക്ക് കുറച്ച് മാന്തളിന്റെ കുട്ടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി അടുക്കള കയറിയപ്പോഴത്തേനും നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 നേരത്തിനായിട്ട് നമ്മൾ ചോറ് വെക്കുക. ഉച്ചത്തേക്കും രാത്രിക്കുള്ളതും കൂട്ടിയിട്ടായിട്ട് ചോറ് വെക്കുക. അപ്പോൾ എപ്പോഴും ചെമ്പ് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ ചോറ് ഊറ്റിയിട്ടാല് ചോറ് രാത്രി ആകുമ്പോഴത്തേനും അങ്ങനെ മണക്കുക നാശമാവൊന്നും ചെയ്യില്ല കേട്ടോ. കറിക്ക് മാന്തള് മേടിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ അത് രണ്ടിനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും കയമ്പില്ലാത്തൊരു മാന്തളായിരുന്നു. ഒക്കെ കുട്ടികളാണ് കേട്ടോ. ചെറിയ ചെറിയ മാന്തളായിരുന്നു, തീരെ കയമ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചെന്ന പച്ചക്കറി എന്തെങ്കിലും വെച്ചിട്ട് ഇത് വറക്കാന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ മുളങ്ങ ഇരിക്കണ്ടായിരുന്നു, അത് നന്നാക്കിയിട്ട് ഒരു കറി വെക്കാൻ വിചാരിച്ചു. ആ മാന്തളിന് കായം പരട്ടിയിട്ട് അത് വറക്കാമെന്ന് വിചാരിച്ചുട്ടാ. ഇവിടെ പൊതുവെ എല്ലാവരും പച്ചക്കറിയോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പൊ കൂടുതലും ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ നല്ല കഴിക്കാറുള്ളൂ. അപ്പൊ പച്ചക്കറി വെക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാ വെച്ചാൽ കുറച്ച് കഷ്ണം വെച്ചിട്ടാട്ടോ കറി എപ്പോഴും വെക്കാറ്. അപ്പൊ ഇന്ന് ഓണത്തിന്റെ ഒരു തുടക്കമാണല്ലോ നമ്മുടെ അത്തെന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ഉപ്പേരും കൂടി വെക്കാൻ വിചാരിച്ചിട്ട് അമ്മ കുറച്ച് കായ നമ്മുടെ വാഴയുടെ മേലെന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. കായോ നമ്മുടെ കുക്കറിൽ ഒരടി അടിച്ചാൽ വേഗം ഉണ്ട് വെന്ത് കിട്ടൂട്ടോ. അപ്പൊ പിന്നെ നമുക്ക് വറവിട്ടാൽ മതിയായിരുന്നു. അക്കൂടെ ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ, വന്നിട്ട് എടുക്കാനൊക്കെ പറയും. കുറച്ചു നേരം അങ്ങനെ എടുത്ത് ഇരുന്നാ പിന്നെ അവന് സന്തോഷാവും. അങ്ങനെ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നുട്ടാ. ഇവിടെ കൂടുതൽ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് തന്നെ കേട്ടോ ഭക്ഷണം കഴിക്കാറ്. പിന്നെ ഇടയ്ക്ക് മാത്രം അമ്മയ്ക്ക് അങ്ങനെ സമയം കിട്ടാറില്ല ഒപ്പം ഇരിക്കാൻ. അമ്മ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് പുറത്തുണ്ടാവും. പക്ഷെ ഞാൻ ഹർഷ എപ്പോഴും കൂടുതലും ഒപ്പം തന്നെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇന്ന് അക്കുടുവിന് ഹർഷ വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കട്ടെ. അപ്പൊ അവൾ അവിടെ ഇരുന്നിട്ട് വാരി കൊടുക്കുന്നുണ്ട്. അമ്പുട് പിന്നെ ഒറ്റയ്ക്ക് വാരി കഴിക്കട്ടെ. അവന് പപ്പടം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അവൻ വേഗം ഇരുന്ന് ഭക്ഷണം കഴിക്കും. തോന്നല് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം റൂമിൽ വന്നിട്ട് ഇരിക്കട്ടെ. മക്കളെ ഉറക്കണം എന്നുള്ളതിലാണ് വരിക. പക്ഷെ രണ്ടാളും ഉറങ്ങാറൊന്നുമില്ല. ഇടയ്ക്ക് മാത്രം അമ്പുടൊന്ന് ഉറങ്ങും. അങ്ങനെ ഇപ്പൊ ഇന്നിങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഇതിന്റെ മാല പൊട്ടിയിട്ടാ. അക്കുടിന്റെ കൈ അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് വലിച്ചു. അപ്പൊ മാല പൊട്ടി. ഇനിയിപ്പൊ അത് വിളക്കാൻ കൊടുക്കണം. വൈകുന്നേരം ആയാൽ പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പണികൾ ഉണ്ടാവും കേട്ടോ. മുറ്റടിച്ച് വരണ്ടാവും. പിന്നെ ഉമ്മാറ നമ്മൾ 2 നേരം തുടക്കിട്ടെ. വിളക്ക് വെക്കുന്ന കാര്യം 2 നേരം തുടയ്ക്കാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിട്ട് 2 പേരൊന്നും കളിക്കാനൊന്നും ഇറങ്ങാറുള്ളൂ. പിന്നെ രാവിലെ ഉച്ചയ്ക്കൊന്നും അങ്ങനെ പുറത്തേക്ക് വിടാറില്ല കേട്ടാ. പുറത്തേക്ക് വിടാത്തത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. അപ്പൊ ഏത് നേരം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരാണെങ്കിൽ ചിലപ്പോൾ കളിയുടെ ഇടയിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ ആ ഒരു പേടി കൊണ്ടായിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറക്കാത്തത്. പിന്നെ നമ്മളാരെങ്കിലും ഉമ്മാടത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഒന്ന് പുറത്തേക്ക് ഇറക്കുള്ളൂ. ഇന്ന് അത്യാവശ്യം ഡ്രസ്സ് മടക്കി എടുത്തേക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലൊക്കെ മഴ ആയതുകൊണ്ട് ഉണക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് അത്തത്തിന്റെ അന്നാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. അത്തം കറുത്ത ഓണം വെളുക്കുന്നതാണല്ലോ. ഇന്നാണെങ്കിൽ നല്ല വെയിലും.
ഇനി ഓണത്തിന്റെ അന്നെങ്ങാനും മഴ പെയ്യുമോന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു 6 മണി 6:30 ആയപ്പോഴത്തേനും മഴ ഇങ്ങനെ ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മഴ ഇങ്ങനെ ചാറിന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം അത്തം കറുത്ത ഓണം വിളിക്കും. അപ്പൊ അത്തത്തിന്റെ അന്ന് മഴ പെയ്ത ഓണം എന്തായാലും കളറായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചളി വിളിയായിട്ട് ആകെ കൊളവും ഓണം. കുറച്ചേരം മഴയൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ 2 പേർക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് രാവിലത്തെ കടി തന്നെയാണ് നമ്മൾ വൈകുന്നേരത്ത് ചായക്ക് കൊടുക്കാറ്. ബേക്കറി അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ, പരമാവധി കുറയ്ക്കാറാണ് പതിവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിനെ പിന്നെ പഠിക്കാനായിട്ട് ഇരുത്തിയത്. അവന് പിന്നെ നാളെ എക്സാം ആണ്. പഠിക്കാൻ ഇരുത്തിയാൽ പിന്നെ പഠിപ്പിനേക്കാളും കൂടുതൽ വെള്ളം കൂടിയാകും ആൾക്ക്. അതുകൊണ്ട് റൂമിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം സ്റ്റോക്കായി വെക്കൂട്ടെ പഠിക്കാതിരിക്കുമ്പോൾ. അപ്പൊ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടാ കിടക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനിയും ഒരുപാട് നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ബൈ.